എൻ്റെ മുഖം ഒരിക്കലും തെളിയില്ലേടി? ഓ പാതുറക്കത്തില്ലല്ലോ. എന്റെ സുന്ദരിയല്ലേടി? വിട്ട് എന്തുണ്ടായിട്ട് മോൻ തെളിയാനാ? നിനക്ക് ഇവിടെ വീട്ടിൽ അല്ലറച്ചുള്ള പണിയും കഴിഞ്ഞ് അയലോക്കത്ത് പോയി കൊതിയെന്നോട് പറയില്ല. നിനക്കിവിടെ കിടപ്പിലായ കാരണവന്മാരില്ല, വീട് അലങ്കോലാക്കാൻ പിള്ളേരില്ല. അപ്പൊ പിന്നെ എന്നാ സുഖം ചെയ്തതല്ലേ? കുറവെന്തെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെങ്കിലല്ലേ. ബോധമില്ലാത്ത നിനക്ക് എന്തൊക്കെയാടി? എന്റെ തന്തയ്ക്ക് ബോധം ഉണ്ടായിരുന്നെ ഞാൻ ഈ നരകത്തിൽ വന്ന് പെടില്ലായിരുന്നല്ലോ. അത്രയ്ക്കായോ? എൻ്റെ അടുത്തുള്ള കളി ആയിരി. സുധി, ആരെയും നോക്കുന്നേ? എന്റെ സുധി, ഈ പരിസരത്ത് ഒരാളെ കണ്ടുകിട്ടാൻ 100 മീറ്ററെങ്കിലും പത്രക്കാരനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നല്ല പേടിയുണ്ടല്ലേ? പേടിയൊന്നുമില്ല, നല്ലൊരു കരുതലല്ലേ. ഞാൻ കാരണം ചേച്ചിക്ക് ചീത്തപ്പേര് കേൾക്കണ്ടല്ലോ. ഹലോ, ഈ ചേച്ചി ചേച്ചി എന്ന് വിളിക്കാൻ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല കേട്ടോ. ഓ, കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മളൊക്കെ ആന്റിമാരായല്ലോ. അതുകൊണ്ടൊന്നല്ല, ഒരു റെസ്പെക്റ്റ് ഒന്നല്ലേ. നല്ലതാ. ഞാനിപ്പോ ഇറങ്ങി വരുന്ന ഉറപ്പായിരുന്നല്ലേ? അങ്ങനെ ചോദിച്ചാ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഇപ്പൊ ആകെ കൂടെ നേരിട്ട് മിണ്ടാൻ കിട്ടണ തന്നെയാ. അപ്പൊ പിന്നെ അവസരം മുതലാക്കണല്ലോ. എന്നാ നമുക്കൊന്ന് നടന്നാലോ? ഈ ചുറ്റും കാണുന്ന പാർക്കും വാക്വേയൊക്കെ ആണല്ലോ അല്ലേ? ആരുടെയും കണ്ണി പെടണ്ട. വാ ഇങ്ങോട്ട്. അപ്പൊ ചേട്ടനോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് വിളിക്കൂടാ. എന്താടേ നോക്കുന്നേ? മോൻ പെണ്ണുങ്ങളെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ലേ? അല്ല സുധി, നിനക്ക് ലൈനൊന്നുമില്ലേ? ഈ ലവ് 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 എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഒരാളുണ്ട്. വൺ സൈഡാ? വൺ സൈഡോ? 6 വർഷത്തെ പ്രണയം. ഈ പ്രേമിച്ചു തുടങ്ങുമ്പോഴേ ജാതി, മതം, ജോലി, സ്ഥലം ഇതൊന്നും ഒരു പ്രശ്നമല്ല. ലവ് അല്ലേ? പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെയാണല്ലോ. കല്യാണത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ പറയുന്ന ലവ് ഒന്നുമില്ലേ? അപ്പോൾ പ്രേമിച്ചു തുടങ്ങിയത് കല്യാണം കഴിക്കാനല്ലേ? ഇപ്പോൾ അടക്കില്ല? ഏറെക്കുറെ മടുപ്പാ.
ഓരോരുത്തർക്ക് പ്രശ്നങ്ങൾ ഓരോ രീതിയിലാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനും നീയൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ടുപേർക്കും മനസ്സമാധാനം എന്ന് പറയണതില്ലല്ലോ. നിനക്ക് ഈ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കൂടുന്ന ചെറുക്ക. അതാണല്ലോ ഇപ്പം അത്യാവശ്യം. എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ചെയ്യാറില്ലേ? അവളുമായി ഇഷ്ടത്തിലായപ്പോൾ മുതൽ ഞാനും എൻ്റെ റൂമും ഫോണും അതുമാത്രമായി ലോകം. അമ്മയോടൊക്കൊന്നും മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് എത്ര നാളായി എന്നറിയോ? ഈ തലോടി തരുന്നോണ്ട് നീ എന്നെ അമ്മയായിട്ടൊന്നും കണ്ടേക്കരുത് കേട്ടോ. ഒന്ന് പോടി ചേച്ചി. ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടു. Download from hdmovie99.com. Fast on uploading this website. Download from uncut99.com. Mm-hmm.